പഴയ കുടുംബങ്ങളിൽ നാഗ ആരാധനയും കുടുംബാംഗങ്ങളുടെ മാനസിക ആരോഗ്യവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം പറയുന്നുണ്ട്. സർപ്പക്കാവിലെ ആരാധന, നാഗചൈതന്യ പരിപാലനം ഇതൊക്കെ ഭംഗിയായി നടന്നു പോരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുടുംബത്തിലുള്ളവരെല്ലാം സന്തുഷ്ടരും മാനസിക ആരോഗ്യം തികഞ്ഞവരുമാകാറുണ്ട് എന്ന് പറയാറുണ്ട്. സർപ്പ ആരാധനകൾക്ക് ഭ്രംശം അഥവാ തകരാറുകൾ, അതുപോലെ തകർച്ചകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ദുഃഖങ്ങൾ വർദ്ധിക്കുകയും മാനസിക പ്രയാസങ്ങളും മനസ്സിൻ്റെ അസ്വസ്ഥതകളും കൂടിക്കൂടി വരികയും ചെയ്തേക്കാം എന്നൊരു സങ്കല്പം പണ്ട് മുതലേ ഉണ്ട്. അതിന് യോഗശാസ്ത്രപരമായ ഒരു കാരണമുണ്ട്. ഒരു കാവിൽ വേണ്ട രീതിയിൽ പൂജകൾ നടത്തുന്നതും കൃത്യമായി വർഷാവർഷങ്ങളിൽ അനുഷ്ഠാനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതുമെല്ലാം ആ കുടുംബാംഗങ്ങളുടെ ശരീരമണ്ഡലത്തിൽ അദൃശ്യമായി കുടികൊള്ളുന്ന കുണ്ടലിനി ചൈതന്യത്തെ ക്ഷയം കൂടാതെ നിലനിർത്താനാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവനവൻ്റെ കുടുംബങ്ങളിലെല്ലാം കാവുകൾ വെച്ചു പുലർത്തുന്നവരോ ഇപ്പോഴും കാവുകൾ വെച്ച് ആരാധന ചെയ്യുന്നവരും പഴയകാലത്ത് കാവുകൾ വെച്ച് ആരാധന ചെയ്തിരുന്നവരും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു മുഖ്യമായ പോയിൻ്റാണ് ഈ പറയുന്നത്. അനവധി കാലകാലങ്ങളായി കുടുംബങ്ങളിൽ സർപ്പക്കാവുകൾ സ്ഥാപിച്ച് നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം തുടങ്ങിയ ദേവതാ ചൈതന്യത്തെ വിധിപ്രകാരം പൂജകൾ ചെയ്ത് വർഷത്തിലൊരു നിശ്ചിത ദിവസം ഉത്സവത്തോടുകൂടി വിശേഷാൽ ഒരുപാട് കർമ്മങ്ങളോടുകൂടി ആരാധനകൾ ചെയ്ത് പോന്നിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കാവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളുടെയും ശരീരമണ്ഡലത്തിൽ അദൃശ്യമായി കുടികൊള്ളുന്ന കുണ്ടലിനി ചൈതന്യത്തിന് അത് ഒരു ഉണർവ് നൽകും. അത് അവരുടെ മാനസിക ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ നാഗ ആരാധന ഇങ്ങനെ നടത്തുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ, തെറ്റിപ്പോയാൽ, ഭ്രംശം വന്നു പോയാൽ കുടുംബാംഗങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷാവസ്ഥയെയും മനസ്സിൻ്റെ സ്വസ്ഥതയെയും മനസ്സിൻ്റെ ഉല്ലാസങ്ങളെയും ആകെ ഉള്ള മനോനിലയെയുമാണ് ബാധിക്കുക. അപ്പം ദുഃഖങ്ങൾ കൂടുതലായിട്ട് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ ശരിയായ കാരണം യോഗശാസ്ത്രപരമായി മനസ്സിലായല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ പൂർവകാല നാഗചൈതന്യം ഉണ്ടെങ്കിൽ ആ നാഗചൈതന്യത്തെ പൂജിപ്പിച്ച് ഭദ്രമായി നിലനിർത്തുകയാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വളർന്നു വരാനുള്ള ഒരു സുപ്രധാന വഴി.